കാനഡ മലയാളികൾ സ്വപ്നം കാണുന്ന പറുദീസ. എന്നാൽ ഇന്നത്തെ കാനഡ പഴയ സ്വർഗരാജ്യമല്ല. ദുരിതങ്ങൾ നിറഞ്ഞ ജോലി ചെയ്യാൻ ചെറുപ്പക്കാർ പെടാപ്പാട് പെടുന്ന നാടാണ് കാനഡ. എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത് ഇന്ത്യക്കാരുടെ നീണ്ട ക്യൂകളാണ്. കോവിഡാനന്തരം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ വിദേശ കുടിയേറ്റ മോഹങ്ങൾക്ക് ശക്തി പകർന്ന രാജ്യമാണ് കാനഡ. നേരത്തെ തന്നെ കാനഡയിൽ പഞ്ചാബിൽ നിന്നടക്കമുള്ള ധാരാളം ആളുകൾ കുടിയേറിയിട്ടുണ്ടെങ്കിലും കോവിഡിന് ശേഷമാണ് ഈ കുടിയേറ്റം കൂടുതൽ ശക്തമായത്. വിദ്യാർത്ഥികളായിരുന്നു കുടിയേറ്റത്തിന്റെ മുൻനിരയിൽ. ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ വിദ്യാഭ്യാസ വിസ നേടി കാനഡയിൽ എത്തുന്നവർ പഠനശേഷം അവിടെ തന്നെ ജോലി നേടി PR നേടുന്നതായിരുന്നു രീതി. വർക്ക് വിസയിൽ എത്തിയവരും കുറവല്ല. വിദ്യാർത്ഥികളുടെ പങ്കാളി വിസയിലെ കുടിയേറ്റവും വലിയ തോതിൽ തന്നെ തുടർന്നു വന്നു. ഇതോടെ ചുരുങ്ങിയ കാലയളവിൽ കാനഡയിലെ ജനസംഖ്യയിലെ തന്നെ നിർണായക വിഭാഗമായി ഇന്ത്യക്കാർ മാറി. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസിയുടെ വിശകലനം അനുസരിച്ച് 2013 നും 2023 ഇടയിൽ കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം 32,828 നിന്ന് 1,39,725 ഉയർന്നിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും നൈജീരിയയിൽ നിന്നുമൊക്കെ കാനഡയിലേക്ക് കുടിയേറ്റം വളരെ ശക്തമായിരുന്നു. കുടിയേറ്റ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായത് ക്രമേണ കാനഡയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കി. പാർപ്പിട പ്രതിസന്ധി, തൊഴിലില്ലായ്മ തുടങ്ങിയവയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ. കുടിയേറ്റത്തിനെതിരായ പ്രാദേശിക വികാരവും ശക്തിപ്പെട്ടു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടെ കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ പല നിയന്ത്രണങ്ങളും കനേഡിയൻ സർക്കാർ നടപ്പിലാക്കാൻ തുടങ്ങി. വിദ്യാർത്ഥി വിസകൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കാനഡയിൽ എത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ ഈ വർഷം കുറവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറി എത്തുന്നവരുടെ കാര്യത്തിൽ കുറവുണ്ടായെങ്കിലും തൊഴിലില്ലായ്മയ്ക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. കാനഡയിലെ ഉയർന്ന വിദ്യാഭ്യാസ ചെലവിനും മറ്റാവശ്യങ്ങൾക്കുമായി പാർട്ട് ടൈം ജോലി തേടുന്നത് ഒരു പുതിയ കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. മുൻപ് ധാരാളം പാർട്ട് ടൈം ജോലികളും മികച്ച ശമ്പളവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ. ടിം ഹോർട്ടൻസിൽ ജോലിക്കായി ക്യൂ നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വീഡിയോ ചുറ്റിപ്പറ്റി നിരവധി ചർച്ചകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ടൊറന്റോയിലെ ടീം ഹോർട്ടൻസിൽ ജോബ് ഫെയറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടന്റ് ക്രിയേറ്റർ നിഷാന്ത് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ജോലിക്കായി ക്യൂവിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോയിൽ നിരവധി ആളുകൾ കമന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണം, ഹാൻഡിമാൻ, റിപ്പയർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുക. കാനഡയ്ക്ക് ഈ ജോലികൾക്ക് ആളെ ആവശ്യക്കാരുണ്ട്. ഒരു ഉപഭോക്താവ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. ഇത് 8 വർഷം മുൻപ് ഞാൻ വന്ന കാനഡയല്ല. അന്നത്തെ കാനഡ അവസരങ്ങളും വളർച്ചയും സ്വപ്നങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ലെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. വെറും +2 വിദ്യാഭ്യാസവുമായി 40 ലക്ഷത്തിലധികം രൂപ മുടക്കി 2 വർഷത്തെ സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ എത്തുന്നവർക്ക് എന്ത് ജോലിയാണ് ലഭിക്കുക എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും നമ്മൾ കാണിക്കാറില്ല. അവിടെ ചെല്ലുന്ന കുറച്ചു കുട്ടികൾക്ക് ഡെലിവറി മേഖലയിലും ഹോട്ടലുകളിലും ജോലി ലഭിക്കും. എന്നാൽ ഭൂരിപക്ഷത്തിനും യാതൊരു ജോലിയും ലഭിക്കാറില്ല. സിഖ് ഗുരുദ്വാരകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചും സർക്കാർ അവിടുത്തെ പൗരന്മാർക്കായി നടത്തുന്ന ഫുഡ് ബാങ്കുകളിൽ നിന്നും ലഭിച്ച ഭക്ഷണം സ്വീകരിച്ചുമാണ് നല്ലൊരു വിഭാഗവും കഴിയുന്നത്. ഈ പോകുന്ന എല്ലാവരും തന്നെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് പോകുന്നത്. അവിടെ ചെന്നാൽ പഠനത്തിനൊപ്പം ജോലിയും ചെയ്ത് ലോൺ അടയ്ക്കാമെന്ന് കരുതുന്നവർക്ക് നിരാശയാകും ഫലം. പണം കണ്ടെത്താനുള്ള പരക്കം പാച്ചിലിൽ പല പെൺകുട്ടികളും ചെന്നെത്തുന്നത് സെക്സ് റാക്കറ്റുകളിലാണെന്ന സത്യം വളരെ വേദനയോടെയാണ് ഒരു മലയാളി ഉദ്യോഗസ്ഥൻ പങ്കുവച്ചത്. ഇനിയെങ്കിലും പുറം രാജ്യങ്ങളിലെ വർണ്ണക്കാഴ്ചകളിൽ മയങ്ങാതെ യാഥാർത്ഥ്യ ബോധത്തോടെ പെരുമാറിയില്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് വൻ ദുരന്തമായിരിക്കും.